नाले से निकले इलाके वालों का सपोर्ट है हरे जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। इष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टिकी। ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमद्भगवद्गीतास्वामिनिधि नामने नमाचार्यपादाय नित्याख्यपादाय गौरगदाधामदाय नगरग्रामतारिणे। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमद्भक्तिवेदान्तस्वामिनिधि नामने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് പഠിക്കാനുള്ളത് 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ പാർട്ടാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്യുമ്പോഴത്തേനും ചില സമയം കഴിഞ്ഞ് പോകും. എട്ടാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, മരണസമയത്ത് ചില പ്രത്യേക രീതിയിൽ ഉത്തരായണം, പകല്, അങ്ങനെ ചില കണ്ടീഷൻസ് പറയും. ഇപ്പോൾ കർമ്മികളാണെങ്കിൽ ഇന്ന കണ്ടീഷൻസിൽ ശരീരം വെടിഞ്ഞാൽ മംഗളമായിരിക്കും. ജ്ഞാനികളാണെങ്കിൽ ഇന്ന കണ്ടീഷൻസ്, ദക്ഷിണായനം, എന്താണ്, കൃഷ്ണപക്ഷം, രാത്രി, ഇതേമാതിരിയുള്ള കണ്ടീഷൻസ് പറയും. അപ്പോൾ ഈ കണ്ടീഷൻസിൽ അവർ ശരീരം വെടിഞ്ഞാൽ മംഗളമായിരിക്കും. കർമ്മിയാണ്, ജ്ഞാനിയാണ്, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പറയാം ഉത്തമ ഭക്തരാണെങ്കിൽ അല്ലെങ്കിൽ അനന്യഭക്ത. അനന്യഭക്ത എന്ന് പറഞ്ഞാൽ മറ്റൊരു താല്പര്യവുമില്ലാതെ ഭഗവാനെ സേവിക്കുന്നവർ, അവർക്കാണ് ഈ കണ്ടീഷൻസ് ഒന്നും ബാധകമല്ല. അവരെങ്ങനെ ശരീരം വെടിഞ്ഞാലും മംഗളം തന്നെ. അപ്പോൾ ഈ 9-ാമത്തെ അധ്യായം, ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ 8-ാമത്തെ അധ്യായം കഴിയുന്നത്. അപ്പോൾ 8-ാമത്തെ അധ്യായം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അനന്യഭക്തൻ, യാതൊരു കണ്ടീഷനുമില്ല, എപ്പോൾ എങ്ങനെ വേണമെങ്കിലും ശരീരം വെടിയാം, അങ്ങനെയുള്ള ഒരു ഭക്തൻ എങ്ങനെയാകാം എന്ന് പറഞ്ഞിരുന്നാണ് ഇത് 9-ാമത്തെ അധ്യായം. ഇപ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ ആദ്യം ഭഗവാൻ പറയും, ഞാൻ നിനക്ക് വളരെ ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്, നീ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അർജുന എന്ന് പറയും. എന്നിട്ട് ആ പറയാൻ പോകുന്ന ജ്ഞാനത്തെ പ്രകീർത്തിച്ച് പറയും, രാജവിദ്യ, രാജഗുഹ്യം. അങ്ങനെ നമ്മൾ അങ്ങനെ പോകാത്ത സമയം അല്ലേ, അത് റിവൈസ് ചെയ്ത് പോകും. സംഭവം മനസ്സിലായല്ലോ എന്താ പറയാൻ വന്നു. ഇപ്പോൾ അങ്ങനെ പറയാൻ പോകുന്ന ജ്ഞാനം ഇങ്ങനെയുള്ളതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. രാജവിദ്യ, രാജഗുഹ്യം, പവിത്രം, ഉത്തമം, പ്രത്യക്ഷാവകം, ധന്യം, ഇങ്ങനെയുള്ള ജ്ഞാനമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് പ്രൂഫ് വേണം, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ഭഗവാനെ, ശ്രീകൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഭഗവാൻ പലയിടത്തായിട്ട് പറയും, ഞാൻ തന്നെയാണ്, ആ ആള് ഞാൻ തന്നെ, ആ ആള് ഞാൻ തന്നെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ താങ്കളല്ല, ഇനി വേറെ ഒരാളാണെങ്കിലോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ വരും. അപ്പോൾ എല്ലായിടത്തും കുറച്ച് വേണ്ടിടത്ത് കുറച്ച് ഭഗവാൻ പറഞ്ഞു തരും, ഞാൻ തന്നെയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. അപ്പോൾ ഈ അടുത്ത ഭാഗത്തായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരും, ഞാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് വരുന്ന ആ ഒരു ഭാഗം
ഭഗവാന്റെ ഐശ്വര്യ ജ്ഞാനം പറഞ്ഞത്. അതിന് പറയുന്നത് ഭഗവാന്റെ ഐശ്വര്യം. കാരണം നമ്മൾക്ക് കേൾക്കേണ്ടത് ഭഗവാന്റെ ഐശ്വര്യമാണ്. കാരണം ഒരാളെ നമ്മൾ നമിക്കണമെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ എന്താണ് ഔന്നത്യം നോക്കിയാണ് നമ്മൾ നമിക്കുന്നത്. ആ ആളിൻ്റെ പ്രേമം നോക്കിയല്ല നമ്മൾ നമിക്കുന്നത്, അല്ലേ? അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെന്ത് നമ്മൾക്ക് പക്ഷേങ്കിൽ ഭഗവാനെ ഗോപിമാർ അംഗീകരിക്കുന്ന വേറൊരു രീതിയില്ല. നമ്മളുടെ മാനസികാവസ്ഥ അതല്ലാത്തത് കൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞാലും ഐശ്വര്യം, ഞാനാണ് കൺട്രോളർ, ഞാനാണ് സൃഷ്ടാവ്, ഇതേമാതിരിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ ഐശ്വര്യ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നെ ഇതെങ്കിലും കേട്ടിട്ടൊന്ന് അംഗീകരിക്കൂ. അർജുനന്റെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പം? നമ്മൾക്ക് വേണ്ടിയാണ് ഭഗവത്ഗീത. അർജുനനെ അങ്ങനെ ഒരു കണ്ടീഷനിലിട്ട് എല്ലാം ചോദിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഐശ്വര്യ ജ്ഞാനം ഭഗവാൻ പറഞ്ഞു തരും. അപ്പോ ഇങ്ങനെ ഈ ഐശ്വര്യ ജ്ഞാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൂഢന്മാരെന്നെ അംഗീകരിക്കത്തില്ല. ഇത്രയെല്ലാം കേട്ടാലും മൂഢന്മാര് അംഗീകരിക്കത്തില്ല. അതാണ് അപജാനന്തി മാമൂഢ. അവർക്ക് എന്നെ അറിയില്ല, അവരെന്നെയൊട്ട് അംഗീകരിക്കുകയുമില്ല. ഇനി എന്നെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരെ എന്ത് വിളിക്കും? മൂഢ. അംഗീകരിക്കുന്നവരെ എന്ത് വിളിക്കും? അംഗീകരിക്കാത്തവരെ മൂഢ. അംഗീകരിക്കുന്നവരെ അർത്ഥം കറക്റ്റ്. നമ്മുടെ ഈ ഭാഗത്ത് മഹാത്മാനസ്തു മംപാർത്ഥ ദൈവീം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യമനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അപ്പോൾ ഭഗവാനെ അംഗീകരിക്കാത്തവർ മൂഢന്മാർ, ഭഗവാനെ അംഗീകരിക്കുന്നവർ മഹാത്മാ. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു തരും. പിന്നെ പറയാം, ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ അംഗീകരിക്കുന്ന കുറച്ച് ആൾക്കാരുമാണ്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ സർവതോമുഖം എന്ന് പറഞ്ഞാല്, ഏകത്വേന എന്ന് പറഞ്ഞാല് ഞാനും ഭഗവാനും ഒന്നാണ്, അങ്ങനെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതാണ് ഏകത്വേന. അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അറ്റ്ലീസ്റ്റ് അവർ ഭഗവാൻ എന്നെങ്കിലും പറയുന്നുണ്ട്, ഇല്ലേ? ഞാനും ഭഗവാൻ എന്നാണെന്ന് പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഈ ഒരു വാക്കെങ്കിലും വരുന്നുണ്ട്. ഏത് വാക്ക്? ഭഗവാൻ. ഞാനും അത് തന്നെയാണ്, അതോടെ മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷെ അത്രയെങ്കിലും വരുന്നുണ്ട്. പിന്നെ വേറെ പൃഥക്ത്വേന എന്ന് പറഞ്ഞാല് ഏതെങ്കിലുമൊക്കെ രൂപങ്ങൾ, അതാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് കരുതുന്നവർ. നമ്മുടെ വളരെ ലളിതമായി പറഞ്ഞാൽ ദേവന്മാരുടെ ഉപാസകർ. ഇപ്പോ കാളിമാതയുടെ പൂജിക്കുന്നവരോട് ചോദിച്ചാൽ ആരാണ് ഏറ്റവും ശക്തിയെ? ഗണപതി ഭഗവാന്റെ ഏറ്റവും ശക്തിമാൻ, ശിവഭഗവാൻ, അങ്ങനെ പോകും. ഇനി പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ വളരെ അതിശയിച്ചു പോയത്. എവിടെയും കണ്ടുപോയപ്പോൾ എന്താ കരിക്കുട്ടിയെന്നും, അല്ലേ? അതല്ലേ? അങ്ങനെയല്ല, അങ്ങനെ അവർക്കും ആരാധന. നമ്മള് എന്തൊക്കെയാണെങ്കിലും അവരുടെ എല്ലാം കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്, ആരാധന എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കയ്യിൽ കൊണ്ട്. കരിക്കുട്ടിയായാലും കൊള്ളാം, മുത്തപ്പനായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, ഇങ്ങനെയൊക്കെയുള്ളൂ പറയാം. അവർക്കിങ്ങനെ അതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷെ എവിടെയാണ് ആ ഒരു സ്വഭാവം കൊണ്ടു കൊടുക്കണമെന്ന് അറിയുകയില്ല എന്നേ ഉള്ളൂ. അപ്പൊ അവർക്കത് അറിയുമ്പോൾ അവർ ചിലപ്പോൾ നല്ലൊരു കാര്യത്തേക്കാണ് പെട്ടെന്ന് ഭക്തിയിലോട്ട് വരാം. ഇങ്ങനെയും കൊണ്ടൊരു കാര്യം. അപ്പോ അതാണ് ഏകത്വേന പൃഥക്ത്വേന. പിന്നെ ബഹുധാ സർവതോമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാം ഭഗവാനിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാണുന്നവർ അതേതാണ്? വിശ്വരൂപം. ഇപ്പം ഏകത്വേന പൃഥക്ത്വേന ബഹുധ വിശ്വതോമുഖം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഏതൊക്കെ ആൾക്കാരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? അതിനു മുമ്പ് അംഗീകരിക്കുന്നവർ, മൂഢന്മാർ, മഹാത്മാക്കൾ, ഏകത്വേന പൃഥക്ത്വേന ബഹുധ സർവ്വതും, ഇങ്ങനെ പലതരം ആൾക്കാരുണ്ട്. ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇതിനിടയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കും, ദേവന്മാരെ പൂജിക്കുന്നവർ, അവരെ പൂജിച്ചിട്ട് എങ്ങോട്ട് പോകും? സ്വർഗലോകത്തിൽ പോകും. സ്വർഗലോകത്തിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു ക്ഷീണേ പുണ്യേ മധ്യലോക വിശ്വം. അവരുടെ പുണ്യത്തിന് ക്ഷീണം തട്ടും. അതാണ് ക്ഷീണേ പുണ്യം. പുണ്യത്തിന് ക്ഷീണം തട്ടുക എന്ന് പറയുന്നത് എന്തുവാ? കയ്യിലുള്ള പുണ്യെല്ലാം തീർന്നു കഴിയുമ്പോൾ, ക്ഷയിച്ചു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ബാങ്ക് ബാലൻസ് കഴിഞ്ഞു, ക്രെഡിറ്റ് കഴിയുമ്പോൾ വീണ്ടും എങ്ങോട്ട് വരണം? മർത്യലോകത്തിലേക്ക് വരണം. അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് ഭഗവാൻ ഭക്തരെ പറ്റി പറഞ്ഞു കൊടുക്കും. അനന്യശ്ചിന്തയും തോമം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്തായിട്ട് പറയും ഭക്തരെ പറ്റി. അനന്യശ്ചിന്തയും തോമം യേജനാപരിഭാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇപ്പോ അവിടെ ഭഗവാൻ പറയും, എൻ്റെ ഭക്തന്മാർക്ക് ഇല്ലാത്തത് ഞാൻ കൊടുക്കും, അവർക്കുള്ളത് ഞാൻ നിലനിർത്തും, പരിരക്ഷിക്കും. അവർക്കില്ലാത്തത് ഞാൻ കൊടുക്കും, ഉള്ളത് ഞാൻ പരിരക്ഷിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കാം, ഞാൻ 10-25 വർഷമായിട്ട് ജപിക്കുന്നു, ആകെപ്പാടെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ, അവർക്കില്ലാത്തത് കൊടുക്കും, നിലനിർത്താനായിട്ട് ഒന്നും ഇല്ലതാനും. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ കൂട്ടിക്കെട്ടുന്നത്? ഒരു നല്ല ഭക്തൻ 10-25 വർഷമായിട്ട് ജപിക്കുന്നു, എല്ലാം നല്ല ഭക്തിയുണ്ട്, പക്ഷേങ്കിൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഭഗവാൻ പറയുന്നു, ഇല്ലാത്തവർക്ക് ഞാൻ കൊടുക്കും, അവനുള്ളത് ഞാൻ നിലനിർത്തും. ഇതെങ്ങനെ കൂട്ടിക്കെട്ടും? കോൺഷ്യസ്നസ്, ഭക്തി. അതായത് നിലനിർത്തേണ്ടത് എന്താണെന്ന് ഭഗവാൻ അറിയാം, നമ്മൾക്ക് അറിയില്ല. ഇല്ലാത്തത് എന്താണെന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അത് കൊടുക്കുകയും ചെയ്യും. നമ്മൾ പിന്നെ ബ്രാഹ്മണന്റെ കഥയിൽ, ബ്രാഹ്മണന്റെ വീട്ടിൽ പോയിട്ട് അവൻ പശു ചത്തുപോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിലനിർത്തിയത് എന്ത്, കൊടുത്തത് എന്ത്? കഥ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. കഥ അറിയാതെ ആരെങ്കിലും ഉണ്ടോ? കൈപോക്കി. ഓക്കെ, എന്തായാലും കൊള്ളാം. ഭഗവാൻ അർജുനനും കൂടി വേഷം മാറി ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഒരു പിശുക്കൻ്റെ വീട്ടിൽ പോയി ദാനം ചോദിക്കുമ്പോൾ പിശുക്കൻ എന്ത് പറഞ്ഞു? ഒന്നും കൊടുത്തില്ല, ഓടിച്ചു വിട്ടു. വേറൊരു ബ്രാഹ്മണന്റെ വീട്ടിലാകെ ഒരു പശു മാത്രമേ ഉള്ളൂ. പശുവിൻ്റെ പാലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ബ്രാഹ്മണൻ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ദാനം ചോദിച്ചപ്പോൾ ഉള്ള പാല് മുഴുവൻ എടുത്ത് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പിശുക്കൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഇവൻ്റെ സ്വത്ത് ഇരട്ടിക്കട്ടെ. ബ്രാഹ്മണന്റെ വീട്ടിൽ ചെന്ന് ബ്രാഹ്മണനാണ് വീട്ടിൽ ഇരുന്ന് പാല് മുഴുവൻ എടുത്തു കൊടുത്തു. പിന്നെ അന്നത്തെ ദിവസം ചിലപ്പോൾ പട്ടിണിയായിരിക്കും. അപ്പോൾ പറഞ്ഞു, എൻ്റെ പശു ചത്തുപോട്ടത്. അപ്പോൾ ബ്രാഹ്മണൻ ഭക്തനാണ്,
ഭഗവാൻ പറഞ്ഞു, അവൻ ഉള്ളത് ഞാൻ നിലനിർത്തും, ഇല്ലാത്തത് ഞാൻ കൊടുക്കും. അപ്പൊ ഈ ബ്രാഹ്മണന്റെ കേസിൽ എന്താ സംഭവിച്ചത്? ഇതെങ്ങനെയാണ്, ബ്രാഹ്മണൻ ഭക്തനാണ്, നല്ല മനുഷ്യനാണ്, ഇതെങ്ങനെ അത് യോജിപ്പിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ഓക്കെ, എന്ത് നിലനിർത്തി, ഇല്ലാത്തത് എന്ത് കൊടുത്തു? കറക്റ്റ്. അതായത് അയാൾക്കുണ്ടായിരുന്ന ഭക്തി നിലനിർത്തി, ഒന്ന്. രണ്ട്, ഭഗവാന്റെയും അയാളുടെ ഇടയിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഈ പശുവാണ്. അപ്പോൾ പശുവിനെ കൂടെ എടുത്തു കളഞ്ഞ് പൂർണ്ണമായ ഭക്തി അയാൾക്ക്, അതായത് പൂർണ്ണമായ ശരണം കൊടുത്തു. ആർക്ക്? അപ്പൊ നമുക്കാണ് എങ്ങനെയാണ് നിലനിർത്തുന്നത്, എന്താണ് കൊടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളാണ് കാശിന്റെ വലിപ്പത്തിൽ മാത്രമേ ഇതൊക്കെ എണ്ണുള്ളൂ. മനസ്സിലായത്? കാശിന്റെ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ആശയം. ഇപ്പോ പിന്നെ ഭഗവാൻ പറയുന്നു, ദേവന്മാരെ പൂജിക്കുന്നവർ ശരിക്കും എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. ദേവന്മാരെ പൂജിക്കുന്നവർ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ തന്നെയാണ് പൂജിക്കുന്നത്. പക്ഷേ അതിന് പറയും അവിധിപൂർവകം എന്ന് പറഞ്ഞാൽ ശരിയായ വിധി അനുസരിച്ചല്ല. എന്തുകൊണ്ടെന്നാൽ ഒരാൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ദേവനെ പൂജിക്കുകയാണെങ്കിൽ, പിന്നെ ഇതിനൊക്കെ നമ്മൾ അറിയണം, എന്തിന് ഏത് ദേവനെ പൂജിക്കണം എന്നൊക്കെ അറിയണം. എല്ലാത്തിനും പോയി ഒരു ദേവനെ പൂജിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല. ഏത് കാര്യത്തിന് ഏത് ദേവനെ പൂജിക്കണം എന്നൊക്കെ അറിയണം. ഇതെല്ലാം നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പൂജിക്കുമ്പോൾ ആ ദേവനില് പൂജിക്കുന്ന ആൾക്ക് പൂർണ്ണ വിശ്വാസം കൊടുക്കുന്നതും ഭഗവാനാണ്. നിന്റെ മനസ്സിൽ പരമദിവ്യോത്തമൻ ആ ആളായിക്കോട്ടെ, അപ്പോൾ മാത്രമേ നീ വേണ്ട രീതിയിൽ ആളെ പൂജിക്കുള്ളൂ. ആ വിശ്വാസം കൊടുക്കുന്നവന്മാര് ഭഗവാൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ദേവന്റെ മനസ്സിൽ കൊണ്ട് കൊടുക്കും. ദേവൻ ഒരുത്തൻ ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു, അവന് വേണ്ടത് കൊടുത്തേ എന്ന് പറയുന്നത് ആര്? ഭഗവാൻ തന്നെ. അപ്പോൾ ആക്ച്വലി അവിടെ നടക്കുന്നതെല്ലാം ആര് നടത്തുന്നതല്ല. അതാണ് ശരിക്കും പൂജിക്കുന്ന എന്നെ തന്നെയാണ്, പക്ഷേ അവിധിപൂർവകം. പിന്നെ ഭഗവാൻ പറയും, ആരെയാണോ പൂജിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫലം കിട്ടുന്നത്. യാന്തി ദൈവകൃതാദേവാൻ, ആ ശ്ലോകം. പിതൃക്കളെ, ദേവന്മാരെ പൂജിക്കുന്നവര് ദേവന്മാരുടെ അടുത്തോട്ട് പോവും, പിതൃക്കളെ പൂജിക്കുന്നവര് പിതൃക്കളുടെ അടുത്തോട്ട് പോവും, ഭൂതപിശാചുക്കളെ പൂജിക്കുന്നവര് എങ്ങോട്ട് പോകും? അവരുടെ ഇടയിലോട്ട് പോകും. അപ്പോൾ സൂക്ഷിച്ച് വേണം ആരെയാണ് പൂജിക്കുന്നത്. ഓക്കെ. ഭഗവാനെ പൂജിക്കുന്നവരോ ഭഗവാന്റെ അടുത്തേക്ക് പോകും. അപ്പൊ നമ്മളെല്ലാവരും എങ്ങോട്ട് പോകും? ഭഗവാന്റെ അടുത്തേക്ക് പോകും. എപ്പോഴ്? ഈ ശരീരം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എങ്ങോട്ട് പോകും? ഓക്കെ. ഇപ്പോ എന്തായാലും കൊള്ളാം, ഒരു ഉത്തമ ഭക്തനായി കഴിഞ്ഞാൽ, ഒരു ഉത്തമ എല്ലാവരും ഈ ശരീരം പിടിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്ന് കരുതുന്നത് നമ്മളുടെ എന്താണ്? ഭക്തിയിലോട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭക്തിയിലോട്ട് നമ്മൾ പക്വമായി വരുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പോൾ ആ കാര്യം തീർച്ചയായിട്ടും വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ ഹരികൃഷ്ണ സംഘത്തിന് എപ്പോഴാണ് പോകുന്നത്? ആഴ്ച ഒരിക്കൽ പോകുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ മൂഡ് വരുമ്പോൾ എന്ത് ചെയ്യും? മൂഡ് വരുമ്പോൾ ജപിക്കും. പിന്നെ ഇപ്പോൾ ടി വിയിൽ ഒരു സിനിമ വരുമ്പോൾ എന്ത് ചെയ്യാനാ, അതൊക്കെ കാണും. പക്ഷേ ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും.
അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഭക്തിയുടെ പക്വതയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോവുക എന്ന് പറയുന്നത് എളുപ്പമാണോ എളുപ്പമല്ലയോ? എന്താണ്? ഇതാണ് ആൻസർ. എളുപ്പമാണ് എളുപ്പമല്ല. എളുപ്പമാണ് എളുപ്പമല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. വളരെ. നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ വിചാരിക്കുന്ന ജന്മം വരെ എടുക്കണം. അത്തരം ജന്മം എടുത്തു കഴിയുമ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ആ ഭക്തിയുടെ നമ്മൾ 26 തൊട്ടാണ് 27. അപ്പോൾ ഭഗവാൻ നമ്മളോട് ഇങ്ങനെ എന്താ പറയുന്നത്, വളരെ യാചിച്ച് പറയാന്ന് പറയത്തില്ലേ? അപ്പോൾ പറയാണ്, നിങ്ങൾക്കാർക്കും എന്നെ അങ്ങനെ പൂജിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തന്നാലും മതി. എന്താണ്? പത്രം, പുഷ്പം, ഫലം, തോയം. പക്ഷെ തരുമ്പോൾ ഒരു ശകലം സ്നേഹത്തോടു കൂടി തരിക. അല്ലാതെ ഇങ്ങനെ ആരോ പറഞ്ഞോ ബലം കൊടുക്കണമെന്ന് ഇന്ന് ഒരാൾ. അതിനെക്കാട്ടി നല്ലത് ഒരു ആപ്പിൾ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ആപ്പിൾ ഇരിപ്പുണ്ട്, കൊണ്ടുവരണോ എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? അപ്പോ നമ്മൾ അതേമാതിരി ആപ്പിള് ഭഗവാൻ കൊടുത്താലോ എന്താ പറയും? വേണ്ട, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, യോമേ ഭക്ത്യാ പ്രേച്ഛതയെ. പത്രം, പുഷ്പം, ബലം, തോയത്തിലല്ല കാര്യം. പിന്നെ ഏതിലെ കാര്യം? ഭക്ത്യാ, ഭക്തിയോടുകൂടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയായാൽ നമ്മൾ മുമ്പേ പറഞ്ഞത് സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ അധികം താമസിയാതെ തന്നെ വന്നിട്ട് പോകാൻ പറ്റി. ഭക്ത്യാ കയ്യിലിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുള്ള ഭഗവാൻ 27 തൊട്ടാണല്ലേ? ഒന്നേകാൽ. എത്ര മണി വരെയാണ് പറഞ്ഞത്? 2 മണി. 27. യത് കരോഷി യദസ്നാസി യത് ജുഹോസി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. അതായത് ഭക്ത്യ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. എങ്ങനെ? യത് കരോഷി, നിങ്ങൾ ചെയ്യുന്നതൊക്കെ, യത് അസ്നാസി, നമ്മൾ കഴിക്കുമ്പോൾ, യത് ജുഹോസി, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ, ദദാസി, നമ്മൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുമ്പോൾ, തപസ്യ, നമ്മളാരും വലിയ തപസ്യ ഒന്നും ചെയ്യുന്നത്. പിന്നെ അപൂർവം പണ്ടൊക്കെ ആൾക്കാർ ഇത് തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച, ബുധനാഴ്ച ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, മദർപ്പണം. എങ്കിൽ അതായത് ചെയ്യുന്ന സാധാരണ ചെയ്യുന്ന ഇതിൽ പലതും നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. നമ്മളാരും കഴിക്കാറില്ലേ? യത് കരോഷി, എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ? യത് അസ്നാസി, ഭക്ഷണം കഴിക്കാറുണ്ട്. യത് ജുഹോസി, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ട്, ഉണ്ടല്ലോ അല്ലേ? അത് ഓക്കെ, ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. പിന്നെ ദാനം, അത് നമ്മൾ കരുതുന്നു, ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാവാം. പണ്ട് കാലത്തൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പോഴേ ആൾക്കാർ പൊതുവെ. പിന്നെ തപസ്യാസി, ഏകാദശി, അതുമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും തത് കുരുഷ്വ മദർപ്പണം. എങ്ങനെ? എന്നിൽ അർപ്പിച്ച് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഭക്ത്യാ പ്രയച്ഛതി.
ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഭക്തിയോടുകൂടി ഭഗവാന് കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഭഗവാൻ പറയാൻ ഭക്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനിങ്ങനെ ചെയ്യൂ. അതിലോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? യത് കരോഷി ദസ്നാസി. ഓ അങ്ങനെയായാലും എന്ത് സംഭവിക്കും? ശുഭ അശുഭ ഫലേ ഏവം മോക്ഷസേ കർമ്മബന്ധന. ശുഭ അശുഭ ഫല ഏവം മോക്ഷസേ. ശുഭവും അശുഭവുമായ ഫലത്തിൽ നിന്നും എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ ശുഭവും അശുഭവുമായ ഫലത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകും. ഇപ്പോ അശുഭഫലമുക്തി നമുക്ക് വളരെ ഇഷ്ടമാണ്. ശുഭഫലമുക്തിയോ ശുഭഫലമോ ശുഭമായിട്ടുള്ള കാര്യത്തിന്റെ ഫലം വേണ്ടേ? വേണം. ഇവിടെ ഭഗവാൻ പറയുന്നത് ശുഭമായ കാര്യത്തിന്റെ ഫലത്തിൽ നിന്നും അശുഭകരമായ കാര്യത്തിന്റെ ഫലത്തിൽ നിന്നും നമ്മൾ മുക്തരാകും. ഇപ്പോ അശുഭത്തിന്റെ നമുക്ക് മനസ്സിലായി, നമുക്കാർക്കും വേണ്ട. ശുഭത്തിന്റെ ഫലം നമ്മൾക്ക് വേണം. പക്ഷെ ഭഗവാൻ പറഞ്ഞു അതിൽ നിന്നും കൂടെ നമ്മൾ മുക്തരാകും. അപ്പോ അത് കിട്ടിയാൽ എന്താ പ്രശ്നം? കർമ്മബന്ധനം. ഉദാഹരണം, നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്തു എന്ന് വെക്കുക, എത്ര 100 രൂപ കൊടുത്തു നോക്ക്. നമ്മൾ വിചാരിച്ചു ഒരാൾ കഷ്ടം തോന്നി, ദാനം 100 രൂപ. അത് ഈ പ്രകൃതി നിയമം അനുസരിച്ച് നമ്മൾ 100 രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്നും ആ 100 രൂപ നമ്മൾ വാങ്ങിയിരിക്കുന്നത് പ്രകൃതിയുടെ നിയമം. നമുക്ക് വേണ്ട എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനെ ആലോചിച്ചോളൂ, അയാൾ 100 രൂപ നമുക്ക് തരാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അയാൾക്കിനി ഒരു 10 ജന്മത്തിന്റെ പുണ്യം ചെയ്യണം. 10 ജന്മത്തിന്റെ പുണ്യം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 100 രൂപ തരാൻ പറ്റുന്ന ഒരാളായിട്ട് അയാൾ ജനിക്കുന്നത് വിചാരിച്ചു. അപ്പോ അയാളുടെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങാനായിട്ട് നമ്മൾ മനസ്സിലായല്ലോ? ഈ കർമ്മ ബന്ധനം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. ഭഗവാനെ കൃഷ്ണ, എൻ്റെ പോക്കറ്റിൽ 100 രൂപ ഇരിപ്പുണ്ട്, ഇയാളാണ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നു, ഞാനത് താങ്കളുടെ നാമധേയത്തിൽ ഞാൻ കൊടുക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല. ഏത് പ്രശ്നം? ആള് 10 ജന്മം പുണ്യം ചെയ്ത് വേണം 100 രൂപ തരാൻ കപ്പാസിറ്റി. ഈ വക പ്രശ്നമൊന്നും നമ്മളെ ബാധിക്കുക. എപ്പോഴും നമ്മൾ കർമ്മം ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. അതിന് പറയുന്നത് എന്താണ്? കർമ്മ കൗശലം. കർമ്മം ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെങ്കിൽ ബന്ധനം വേണ്ട. അതാണ് കൗശലം. നമ്മൾ പറയത്തില്ലേ, അവന് ഭയങ്കര കൗശലമാണ്. കർമ്മം ചെയ്യുമ്പോഴും വേണം കൗശലം. ഏത് കൗശലം? ഈ കൗശലം. എന്തിനുള്ള കൗശലം? ബന്ധനം ഉണ്ടാക്കാതെ കർമ്മം ചെയ്യാനുള്ള കൗശലം. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നവരെല്ലാം കൈവക്കിക്കേ. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു പുണ്യം എനിക്ക് വേണ്ടാന്നുള്ള മനസ്സിലായി. ഏതാ? ഞാൻ 100 രൂപ കൃഷ്ണന്റെ നാമത്തിൽ കൊടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് പുണ്യം വേണ്ടാന്നുള്ള ലക്ഷ്യം. കൃഷ്ണന്റെ നാമത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊന്നും വേണ്ടെന്നാണ്. ഇങ്ങനെയും പറയാം. അപ്പൊ നമ്മൾ പറയാം, കൃഷ്ണ താങ്കളുടെ പേരിൽ ഞാൻ കൊടുക്കുന്നു, പക്ഷെ അതെനിക്ക് അതിന്റെ ഫലം വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞത് ആപ്ലിക്കബിൾ ആവും. അതെ. അപ്പോ തഥാസ്തു. ചില പ്രഭുപാദ് ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാടി കുറച്ചുകൂടെ ഇന്റലിജൻസ് ഉണ്ട് ആർക്ക്? അപ്പൊ ഈ വക കറക്ക് പരിപാടിയൊന്നും അവിടെ നടക്കുകയില്ല.
ഈ അടുത്ത സമയത്തൊരു ചിലരിങ്ങനെ വന്ന് പറയും, ഇപ്പോൾ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ ഭാഗവത്തിലോ ഏതെങ്കിലും കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയും, പക്ഷേങ്കിൽ പ്രഭു കുറച്ച് ഈ വക കാര്യങ്ങൾ കൂടി വേണം. ഇത് അവർ മനസ്സിലാക്കുന്ന അവർക്ക് താല്പര്യമുള്ള ചില കാര്യം, ചിലപ്പോൾ ജ്യോതിഷമായിരിക്കും, അല്ലെങ്കിൽ ഗ്രഹനില നോക്കുന്ന ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ അവരുടെ അല്ലെ അവർ ചിലപ്പോൾ ജ്യോതിഷം കൊണ്ട് നടക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കൈനോട്ടം ഒക്കെ എക്സ്പേർട്ടായിരിക്കും. അപ്പം നമ്മളോട് വന്ന് പറയും, എന്ത് പറയും, പ്രഭു ഭക്തിയൊക്കെ കൊള്ളാം, ചിലപ്പോൾ കഴുത്തിൽ മാല കാണും, ഇനിഷ്യേറ്റഡും ആയിരിക്കും. എന്നിട്ട് പറയും കൈമുടക്ക് നോക്കണം, അല്ലെങ്കിൽ എത്ര ഭക്തി ഉണ്ടെങ്കിലും ഗൃഹനില ശരിയാക്കില്ല, അതിനുള്ള പരിഹാരം ചെയ്യണം, ഇതേമാതിരിയുള്ള കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പുള്ളിക്ക് ചിലപ്പോൾ വ്യാസദേവനെക്കാട്ടി കുറച്ചും കൂടി ഇൻ്റലിജൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വ്യാസദേവൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ല, അതുകൊണ്ട് ഈ പുള്ളി പറയുന്നതും കൂടെ നമ്മൾ ഇങ്ങനെയുമുണ്ട് നമ്മുടെ ഭക്തന്മാരുടെ ഇടയിൽ കഥാപാത്രങ്ങൾ പലവിധം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു സമൂഹം സർവഭൂതേഷു ന ദ്വേഷു എന്ന. ഇപ്പോൾ ഭഗവാൻ പറയാണ് ആരും എനിക്ക് പ്രത്യേകതയുള്ളവരല്ല, എല്ലാവരും എനിക്ക് തുല്യമാണ്, എല്ലാവരും എനിക്ക് തുല്യമാണ്. പക്ഷേങ്കിൽ ഇടയ്ക്ക് അർജുനോട് പറയാം, അർജുന നിനക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയും. ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാവരും തുല്യം. അപ്പോൾ നമ്മളിതെങ്ങനെ വീണ്ടും ഇത് എല്ലാം കൂടെ കേച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അർജുനോട് പറയും നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നു. വേറൊരിടത്ത് പറയുന്നു എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് പറയും, ഇതെങ്ങനെ അത് രണ്ടും ശരിയാക്കും? രണ്ടും ശരിയാണല്ലോ, അല്ല തെറ്റല്ലല്ലോ, അല്ല ഭഗവാൻ പറഞ്ഞാൽ രണ്ടും ശരിയാണ്. അപ്പം എങ്ങനെ രണ്ടും നമ്മൾ ശരിയാക്കി എടുക്കും? നമ്മുടെ തലയിലെ ആ അതെ, അർജുനന്റെ ആ സ്ലോട്ടിലോട്ട് കയറാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇതാണ് സമൂഹം സർവഭൂതേഷു. പറഞ്ഞോ. പിന്നെ അതായത് എഴുന്നേൽക്കുന്നതിലെ രാഘവന്റെ മോൻ പീതാംബരൻ മാത്രമേ പറ്റുള്ളൂ, അങ്ങനെ വല്ലതും പറഞ്ഞു? ഇല്ല. ആർക്ക് വേണമെങ്കിലും അർജുനന്റെ ആ അവസ്ഥയിലേക്ക് പോകാം. സമൂഹം സർവഭൂതേഷു. അങ്ങനെ ഭഗവാന്റെ പ്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് കേൾക്കുന്നവർ എന്നർത്ഥം. ഇപ്പോ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അഭിചേത്സു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സംയാ വ്യവസിതോ ഹി സഖ. ഇപ്പോ അഭിചേത്സു ദുരാചാരം, ഇങ്ങനെയുള്ളവർ ദുരാചാരം എന്തെങ്കിലും ചെയ്തെന്നിരിക്കട്ടെ, പക്ഷേ അവരെ ആരായിട്ട് കരുതണം? എന്തുകൊണ്ട്? ഭജതേ മാം അനന്യഭാ. അവരവരുടെ പൂർവവാസന കൊണ്ടിടയ്ക്കൊന്ന് വീണു പോയെന്നിരിക്കാം, പക്ഷേ ഭജതേ മാം, അവര് എന്ത് ചെയ്യുന്നു? വീണു പോയിട്ടും വീണ്ടും ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു താല്പര്യവുമില്ലാതെ. അവരെ ആരായിട്ട് കാണണം? സാധു. അവരെന്തൊരു ദുരാചാരം ചെയ്തെന്നിരിക്കട്ടെ, പക്ഷെ അവരെ എന്തുകൊണ്ട്? അടുത്ത ശ്ലോകത്തിലുണ്ട് അഭിചേത്സു ദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധു. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ജപിക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ കുറേ ദുരാചാരങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാവരും എന്നെ എങ്ങനെ കാണണം? അപ്പോൾ പിന്നെ എന്ത് പറ്റും? അപ്പോൾ പ്രശ്നമാകും. ഇപ്പോൾ ഒരിക്കൽ ഒരാൾ
ഗുരു മഹാരാജിനോട് പറഞ്ഞു. അങ്ങനെ ഗുരു മഹാരാജ് വന്നിട്ട് ആ സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയിൽ വണ്ടിയിലാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ആ പുള്ളി കുറച്ച് ഇങ്ങനെ കലാപരിപാടികളൊക്കെ ഭക്തരുടെ ഇടയിലൊക്കെ ഇങ്ങനെ അത് ഗുരുമഹാരാജിനറിയാം. അപ്പോൾ ആൾ വളരെ തന്ത്രപൂർവ്വം സ്പിരിച്വൽ മാസ്റ്ററിനോട് പറയാണ്, ഗുരു മഹാരാജ്, ഇഫ് ഐ കമ്മിറ്റഡ് എനി ഒഫൻസ് പ്ലീസ് ഫോർഗീവ് മീ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പുള്ളിക്ക് അറിയാം എന്താണ് 100% ഞാൻ കുറേ കലാപരിപാടി കാണിച്ചു. അപ്പോൾ ഈഫ് ഇല്ല അതിനകത്ത്, ഈഫ് ഐ കമ്മിറ്റഡ്, ഈഫ് ഇല്ല. ഓക്കെ, ഗുരുവിനും അറിയാം, പറയുന്ന ഈ ശിഷ്യനും അറിയാം എന്തൊക്കെയോ. ഗുരുവിൻ്റെ ഉത്തരം, കൃഷ്ണ വിൽ ഫോർഗീവ് യു if you have not committed it intentionally. നീ ആലോചിച്ച് ചെയ്യാതെ അബദ്ധം പറ്റിയതാണെങ്കിൽ കൃഷ്ണ വിൽ ഫോർഗീവ്, അല്ലെങ്കിൽ വാങ്ങിക്കെട്ടി. മനസ്സിലായല്ലോ? കൃത്യമായ ഉത്തരം, കൃത്യമായിട്ട്. അങ്ങനെ നമ്മൾ ഈ ശ്ലോകം കോട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ എന്ത് പറ്റും? ഇതിനകത്ത് ശ്ലോകത്തിലെ ഒരു വാക്ക് നമ്മളായി മാറും. എന്ത്? ദുരാചാരി. മറ്റേത് കാണത്തില്ല, ഏതാ? ഭജതേമാം അനന്യഭാക്കില്ല. അപ്പൊ എന്താ? സാധു അല്ല, പിന്നെ ഏതാണ്? അസാധു, ദുരാചാരി. ഇനി അല്ലാതെ ചിലപ്പോൾ ഭക്തന്മാർ അവരുടെ പൂർവ്വവാസന കൊണ്ട് ചിലപ്പോൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്നപ്പെടും. പൂർവ്വവാസന. പക്ഷേങ്കിൽ അവരെ നമ്മൾ ആരായിട്ട് കാണണം? സാധുവായിട്ട് കാണണം. എന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട് 31. ക്ഷിപ്രം ഭവതി ധർമാത്മാ. അവർ പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? ധർമാത്മാവായിട്ട് മാറും. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അവർ ധർമാത്മാവായി മാറും? കഴിഞ്ഞ ശ്ലോകം, ഭജതേ മാം അനന്യഭാഗ്. നമ്മൾ പ്രധാന ചില സാധനം ഇങ്ങനെ വിട്ടുകളയും. നമ്മൾ ദുരാചാരോ സാധു ഇതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്. ഭജതേ മാം അനന്യഭാഗ് എടുത്ത് സൈഡിലോട്ട് മാറ്റി വെക്കും. ക്ഷിപ്രം ഭവതി ധർമാത്മ. എന്തുകൊണ്ട്? ഭജതേ മാം അനന്യഭാഗ്. അങ്ങനെ ഭജിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ഷിപ്രം, അവൻ പെട്ടെന്ന് തന്നെ ആരായിട്ട് മാറും? ധർമാത്മാവായിട്ട് മാറും എന്നാ ഭഗവാൻ പറഞ്ഞു. അല്ലാതെ അവനിങ്ങനെ ജീവിതകാലം മുഴുവൻ ദുരാചാരിയായിട്ട് നടക്കുമെന്നല്ല പറഞ്ഞത്. മനസ്സിലായില്ല? ഇതാണ് വ്യത്യാസം. ക്ഷിപ്രം ഭവതി ധർമാത്മാ. അവൻ എന്ത് കിട്ടും? ശാശ്വത് ശാന്തി നിഗച്ഛതി. അവന് ശാശ്വതമായ ശാന്തി കിട്ടും. അതുകൊണ്ട് കൗന്ദേയ, അർജുന, നീ കൗന്ദേയ പ്രതിജാനേകി, നീ വിളംബരം ചെയ്തോളൂ. എന്താണ്? എൻ്റെ ഭക്തന് നാശമില്ല. നമേ ഭക്ത പ്രണശം. അവനിടയ്ക്കൊന്ന് വീണു പോയാലും അവനെ ഞാൻ ഉടനെ തന്നെ ധർമാത്മാവാക്കും. പക്ഷെ കണ്ടീഷൻ എന്തുകൊണ്ട്? എന്താണ്? ഭജതേ മാം അനന്യഭാഗ്. കണ്ടീഷൻസ് അപ്ലൈ. മാം ഹി പാർത്ഥ വിഭാശ്രിത്യ ഏപി സ്യു പാപയോനയ ശ്രീയോ വൈശ്യ തഥാ ശൂദ്ര തേപി യാന്തി പരാം ഗതിം. O son of Pritha, those who take shelter of me, though they be of lower birth, woman, Vaishya, Shudra, can attain the supreme destination. അപ്പോൾ പറയാണ്, ആരാണോ എന്നെ ആശ്രയം പ്രാപിച്ചത് അവരിവരൊക്കെ ആയാലും ദേവി ഓഫ് ലോവർ ബർത്ത്. ലോവർ ബർത്ത് എന്ന് പറഞ്ഞാൽ താഴെ, അധമക്കുലമല്ല, അധമ ജന്മം. ആരൊക്കെയാണത്? ഒരെണ്ണം പ്രഭു വിട്ടുകൾ. എന്താണ്? സ്ത്രീ, വൈശ്യ, ശൂദ്ര. ആദ്യത്തേതാ?
നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഭക്തർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഭക്തർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, ആപ്ലിക്കബിളേ അല്ല. കാരണം അവർ എന്തുകൊണ്ട് അവർ മനസ്സിലാക്കി വരുന്നു, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് പറയുമ്പോൾ അവർക്കിത് ആപ്ലിക്കബിൾ അല്ല. ഭക്തർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആപ്ലിക്കബിൾ ആവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നോർമൽ കോഴ്സിൽ അസൂയ കൂടുതലുള്ളത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ? വളരെ ബൈ നേച്ചർ അതുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അത് തെറ്റാന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല. അത് ആപ്റ്റാണ്. അതുകൊണ്ട് തന്നെ പല ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകും, അല്ലേ? അപ്പൊ ഇങ്ങനെ ഉള്ള ഭക്തിയിലേക്ക് വരുന്നവർക്കിത് ആപ്ലിക്കബിളാണ്. പല സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ തുടക്കം ചിലപ്പം വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നൊന്നും അതിന് അർത്ഥമില്ല. പക്ഷേങ്കിൽ എന്താണ് നമ്മൾ പറയത്തില്ലേ, കോൺഫിഗറേഷൻ അതുപോലെയാണ്. എന്താണ് അവബോധം, ഫിസിക്, ഇപ്പോൾ സ്ത്രീ പുരുഷൻ തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വലിപ്പമുള്ള ഒരു സ്ത്രീയും പുരുഷനും കൂടെ തല്ലുകൂടിയാൽ ആര് ചെയ്യും? നാച്ചുറലി ഇതുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സമത്വം എന്ന് പറയുന്നത് സമത്വമുണ്ട്. എങ്ങനെ? സ്ത്രീ പുരുഷ സമത്വം 100% ഇസ്കോൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സ്ത്രീ പുരുഷ സമത്വം ഇസ്കോൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇവിടെ ഓരോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ജപിക്കൂ, ആത്മീയതയിലേക്ക് കയറൂ. സമം. അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട സ്ത്രീകളെ എന്നും അധമരാക്കി എന്ന് കരുതണ്ട. അത് തെറ്റായ ധാരണയാണ്. ഇനിയും നമ്മൾക്കറിയാം, പുരുഷന്മാരെക്കാട്ടിലും പൊതുവെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് നമുക്ക്, അല്ലേ? ആരൊക്കെയാണ്? കുന്തി ദേവി, പിന്നെ ദ്രൗപദി, പിന്നെ പിന്നീട് ദേവഹൂതി, ഇഷ്ടംപോലെയുണ്ട്. ഒരിക്കലും ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമാണ്, നമ്മൾ ഭൗതിക രീതിയിൽ മാത്രമേ ഉള്ളൂ അത് പറയുന്നത്. ഇതും പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഒരാൾ അടുത്ത സമയത്ത് ഈ ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു കക്ഷി ഈ ശ്ലോകം കോട്ട് ചെയ്തു. കാരണം ഇതിൻ്റെ എന്താണ് കൃത്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അയാൾക്കറിയാം. ഇവിടെ സ്ത്രീകൾ മാത്രമല്ല പറഞ്ഞു, പുരുഷന്മാരുണ്ട്, അല്ലേ? ആരാ പറഞ്ഞ? സ്ത്രീയ വൈശ്യ ആരാണ്? പുരുഷന്മാർ. സ്ത്രീയെ മാത്രമല്ല പറഞ്ഞു, സ്ത്രീയ വൈശ്യ തഥാ ശൂദ്ര. ഇനിയും ഓക്കെ, വൈശ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടക്കാരൻ. പിന്നെ അടുത്ത ശൂദ്ര എന്ന് പറഞ്ഞാൽ ശൂദ്ര. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ശൂദ്രകുലത്തിൽ, പ്രാക്ടിക്കലി നമ്മളെല്ലാവരും ശൂദ്രകുലത്തിൽ തന്നെയാണ് ജനിച്ചത്, അത് വേറെ കാര്യം. കലവ് ശൂദ്ര സംഭവം, കലിയുഗത്തിലെ എല്ലാവരും ശൂദ്രന്മാരാണ്. എന്താണ് ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ? മറ്റാർക്കെങ്കിലും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കർമ്മം കൊണ്ട് നമ്മളെല്ലാവരും ശൂദ്രന്മാരായിട്ട് റിട്ടയർ ചെയ്തവരും റിസൈൻ ചെയ്തവരും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ത്രീയ വൈശ്യ തഥാ ശൂദ്ര തേപി യാന്തി പരാം ഗതിം. ഇപ്പോൾ അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും. എങ്ങനെയായാൽ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ അടുത്തെത്തിച്ചു. അപ്പം നമ്മൾ
ഒരു ഞാൻ മറന്നു. മന്ത്ര വിപ്ര മന്ത്രതന്ത്ര വിശാരദ അവൈഷ്ണവ ഗുരു ന സ്യാത് വൈഷ്ണവ സഭജോ ഗുരു. എൻ്റെ ആദ്യത്തെ ഉള്ള മറന്നു. അതായത് ഒരു ബ്രാഹ്മണ കുലത്തിൽപ്പെടുന്ന ഒരാള് വൈഷ്ണവനല്ലെങ്കിൽ ഒരിക്കലും ഗുരു ആകാൻ പറ്റില്ല. വൈഷ്ണവ ശ്വ പച്ച ഗുരു. ശ്വ എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാനൻ. പച്ച പാചകം. ശ്വാനനെ പാചകം ചെയ്ത് കഴിക്കുന്ന കുലത്തിൽ ജനിച്ചാൽ പോലും വൈഷ്ണവനാരാകാം? ഗുരുവാകാം. ഒരു വൈഷ്ണവനാണെങ്കിൽ ഗുരുവാകാം. ഇതൊന്നും ആരും കോട്ട് ചെയ്യില്ല, ആരും ഒട്ടും പറയുമില്ല. എവിടുന്നെങ്കിലും അവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നത് മാത്രം എടുത്ത് പുറത്തോട്ടിട്ട് ഓക്കെ, നോ പ്രോബ്ലം. ഇപ്പോ ഭഗവാൻ ആ ഭക്തിയുടെ കാര്യം കിം പുന ബ്രാഹ്മണ പുണ്യ ഭക്ത രാജഷ. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോ സ്ത്രീയ വൈശ്യ തഥാ ശൂദ്ര അവരെല്ലാവരും എന്നെ വർഷിപ്പ് ചെയ്താൽ എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഇത് കഴിയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണര്, റൈച്ചസ് ബ്രാഹ്മണസ്, നല്ല ബ്രാഹ്മണന്മാര്, ഭക്തി ഭക്തര്, രാജർഷി ഇവരുടെയൊക്കെ കാര്യം പറയാനുമുണ്ടോ? ഇവരെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, അവരെന്നെ ഭജിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഈ പുണ്യ ബ്രാഹ്മണന്മാരും രാജർഷിയും ഭക്തരെ പറ്റിയും പറയാനുണ്ടോ? അവര് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നു. മന്മന, എന്നെ പറ്റി എപ്പോഴും ഭവ മത് ഭക്തോ മത്യാഗി മാം നമസ്കുരു മാമേവൈശ്യസി യുക്തം ആത്മാന മത്പരായണ. എന്നെ മന്മന എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഭവ മത് ഭക്തോ, എൻ്റെ ഭക്തനാകുക. മത് യാജി, എന്നെ പൂജിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. അങ്ങനെയായാൽ എന്തു പറ്റും? നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചേരും. അതിനുവേണ്ടിയാണ് ഭഗവാൻ ആ മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സമൂഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളും എനിക്ക് ഒരേപോലെയാണ്. പക്ഷേങ്കിൽ ഓരോ ആത്മാവുമാണ് തീരുമാനിക്കുന്നത് ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകേണ്ടത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത സത്സംഗ് ക്ലാസ് की जिसले प्रभुपाद की മധു ചെയ്ത് ക്ലോസ്.